ഓണക്കാലവും കടന്നു പോകുന്നത് മനസ്സിലെന്നും ചേർത്ത് വെക്കാൻ പാകത്തിന് ഒരുപിടി മധുരമുള്ള ഓർമ്മകൾ സമ്മാനിച്ചാകുമല്ലേ. അങ്ങനെ ഓണക്കോടിയോടും അത്തപ്പൂക്കളത്തോടും ഒപ്പം എന്നും നമ്മുടെ മനസ്സിൽ മിഴിവോടെ നിറഞ്ഞു നിൽക്കുന്നതാകും ഓണക്കാലത്തെ രുചിയോർമ്മകളും. അത്തരത്തിൽ ഈ ഓണം കളറാക്കാൻ കുറച്ച് നല്ല ഭക്ഷണങ്ങൾ പരിചയപ്പെട്ടാലോ? എൻ്റെ കൂടെ ഇന്നുള്ളത് സൗത്ത് പാർക്കിലെ എക്സിക്യൂട്ടീവ് ഷെഫ് സോമനാണ്. സാർ നമസ്കാരം. സോ എന്താണ് ഈ ഓണത്തിന് നമ്മൾ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്ന വിഭവം? ഓണത്തിനും സദ്യയാണല്ലോ, പക്ഷേ ഇന്ന് നമ്മുടെ സദ്യ എന്ന് പറഞ്ഞാൽ സൗത്ത് പാർക്കിലെ സദ്യ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറച്ച് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് ഇന്ന് എന്ത് വിഭവമാണ്? ഡ്രാഗൺ ഫ്രൂട്ട് പായസം ഉണ്ടാക്കും. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ടാകും, നമ്മുടെ നേന്ത്രക്ക പുഴുങ്ങി അതിൻ്റെ പേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പായസം, ഡ്രാഗൺ ഫ്രൂട്ട് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? തീർച്ചയായും. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് എന്താ വേണ്ടേ? ബനാന, ഇത് ഏത്തപ്പഴമാണ്. ഷുഗറും ഏലക്കായും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. കളർ മാറുന്നല്ല, ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തേക്ക്. സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അതിലോട്ട് ഒരു 4 സ്പൂണ് ആഡ് ചെയ്യുക. പഴവുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മിൽക്ക് ചേർക്കുക. ഇതിന്റെ അളവ് എങ്ങനെ ഏകദേശം? ഇതിന്റെ ഒരു 250 മില്ലി. ഇതിപ്പോ പശുവിൻ പാലല്ലേ? അതെ, പശുവിൻ പാൽ. ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര, കാരണം ഡ്രാഗണിന്റെ അതിന്റെ മധുരമുണ്ട്. തുടക്കത്തിലേ നമ്മൾ നെയ്യ് ഒഴിച്ചിരുന്നു, വീണ്ടും ഒന്നും കൂടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് അല്ലേ? എളുപ്പത്തിൽ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഓണത്തിന് സദ്യ കളറാക്കാനും അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ സ്റ്റാർ ആവാനും ഒരു വെറൈറ്റി പായസമാണ് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സത്യം പറയാലോ, നല്ല കളറും അതുപോലെ തന്നെ നല്ല നെയ്യിന്റെ വാസനയൊക്കെ വരുന്നുണ്ട്. രുചിയും അതുപോലെ തന്നെ അടിപൊളിയാണ്. എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക.